അപ്പൊ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നേ. ഓക്കെ, എന്താണ് വെബ് ബ്രൗസർ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഇയാളെ കണ്ടിട്ട് ഒന്ന് പോവാം. നമുക്ക് ഹൂ ഇൻവെന്റഡ് വെബ് ബ്രൗസർ, ആരാണ് വെബ് ബ്രൗസർ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് വെബ് ബ്രൗസർ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ടിം ബെർണേഴ്സ്-ലീ ആണ് എന്ന് പഠിച്ചു നോക്കാം. ആരാണ്? ടിം ബെർണേഴ്സ്-ലീ. ഇദ്ദേഹത്തെ നമ്മൾ എവിടെയാണ് കേട്ട് പരിചയമുള്ളത്? വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. വേൾഡ് വൈഡ് വെബ് WWWന്റെ ഉപജ്ഞാതാവാണ് ടിം ബെർണേഴ്സ്-ലീ. ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ വെബ് ബ്രൗസറും കണ്ടുപിടിച്ചത് കേട്ടോ. ഓക്കെ, ഇദ്ദേഹം തന്നെയാണ് വെബ് ബ്രൗസറും കണ്ടുപിടിച്ചത്. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടിം ബെർണേഴ്സ്-ലീ. അദ്ദേഹം തന്നെയാണ് വെബ് ബ്രൗസറും കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാറ്റഗറി ഇവിടെ പഠിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്താ? ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. അല്ലേ, ഇത് ഈ വെബ് ബ്രൗസർ നമ്മൾ ഏത് ഏരിയയിലാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കമ്പ്യൂട്ടറിൽ അല്ലെ. അതായത് യൂസർ നീഡിനനുസരിച്ച് മാത്രമാണ് ഓരോ വെബ് ബ്രൗസറുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. സെർച്ച് എഞ്ചിൻ വെബ് ബ്രൗസർ എപ്പോഴും എക്കാലത്തും കുറെ പേർക്ക് മാറുന്ന ഒരു കാര്യമാണ് ഈ വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും അല്ലെ. അതിൽ മാറാതിരിക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് ആണ്, വെബ് ബ്രൗസർ നമ്മളെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ കൂട്ടത്തിലാ പഠിക്കുക, സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയറിന്റെ കൂട്ടത്തിലാ പഠിക്കുക. യൂസറുടെ ആവശ്യത്തിനനുസരിച്ച് യൂസർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, യൂസറെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന. ഗൂഗിൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടോ? പ്ലേ സ്റ്റോറിൽ പോയിട്ട്, ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടോ? ഇല്ല. എന്നാൽ ഗൂഗിളിന്റെ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് വെബ് ബ്രൗസർ. മനസ്സിലായോ? ഓക്കെ, സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ്. സെർച്ച് എഞ്ചിൻ ടൂളുകൾ വെബ്സൈറ്റ് ആണ്. അത് നമ്മൾ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ടോപ്പിക്ക് 3-4 മൊഡ്യൂളുകൾ പഠിക്കുന്ന സമയത്ത് അടുത്ത ആഴ്ചയിലായിട്ട് പഠിക്കും സെർച്ച് എഞ്ചിൻ കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒന്നാമത്തെ വ്യത്യാസം മനസ്സിലായോ? നമ്മളെ സിസ്റ്റത്തിലാണെങ്കിൽ .exe എന്ന് പറയുന്ന ഫയൽ എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് വെബ് ബ്രൗസേഴ്സ് കേട്ടോ. ഓക്കെ, യെസ്, ഒരു കൂട്ടം എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് വെബ് ബ്രൗസർ ഈ പറഞ്ഞ പോലെ തന്നെ 1000 ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തരും 1000 എണ്ണം കേട്ടോ. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. വെബ് ബ്രൗസർ ഈസ് എ സോഫ്റ്റ്വെയർ. എന്ത് സോഫ്റ്റ്വെയർ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്ത് ആപ്ലിക്കേഷൻ? സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ that we use to retrieve or present information and navigate through web pages in world wide web. Okay, yes, എന്താണ്? വെബ് ബ്രൗസർ ഈസ് എ സോഫ്റ്റ്വെയർ that we use to retrieve or present information and navigate through web pages in a വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ തിയറി പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതായത് ഇതൊരു സെർവർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണ്? സെർവർ ആണെന്ന് വിചാരിക്കുക. ഈ സെർവറില് ആണ് ഒരു വെബ്സൈറ്റ് നിലവിലുള്ളത്. ഓക്കെ, ഇപ്പോ പച്ചവെള്ളത്തിന്റെ സെർവർ ആണെന്ന് വിചാരിക്കാം. ആ സെർവറിന്റെ ഉള്ളിലാണ്, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, അവിടെയാണ് ആ പച്ചവെള്ളത്തിന്റെ വെബ്സൈറ്റ് ഞാൻ ഹോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ പറയുകയാണെങ്കിൽ വെബ്സൈറ്റ് എന്താന്ന് എല്ലാവർക്കും അറിയാലോ. ഓരോ പേജിനെയും നമ്മളിപ്പോ കാണുന്ന ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ഓരോ പേജ് ഉണ്ടാവില്ലേ, ഇതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? വെബ് പേജസ് എന്ന് പറയാം. പറഞ്ഞൂടെ? ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇത് ഇന്റർനെറ്റിന്റെ ടോപ്പിക് ആണ്, എന്നാലും വെബ് ബ്രൗസർ പറയുന്ന സമയത്ത് ഈ ടോപ്പിക് കുറച്ചെങ്കിലും പറയാതെ നമുക്ക് പോകാനും പറ്റൂല. ഓക്കെ, ഒരു വെബ്സൈറ്റ്, ഇപ്പൊ പച്ചവെള്ളം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ, www.pachavalam.com
അതിനകത്ത് എന്തുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ പറയുന്ന ടൈപ്പിസ്റ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും 10th ലെവലും +2 ലെവലും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും, സിലബസ് കിട്ടും, എക്സാം കലണ്ടർ കിട്ടും, ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടും, പിന്നെ മോക്ക് ടെസ്റ്റുകൾ കിട്ടും, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടും. നിങ്ങൾ കണ്ടായിരുന്നു അതൊക്കെ. www.pachavallalam.com പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ കിട്ടും. അപ്പൊ ഇതൊക്കെ ഓരോരോ വെബ് പേജസ് ആണ്. ഈ വെബ് പേജ് എല്ലാം കൂടി കളക്ട് ചെയ്താണ് പച്ചവെള്ളം എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് ഞാൻ വെബ് സെർവറിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ വെബ് പേജ് അതിന്റെ കളക്ഷൻ ആണ് വെബ്സൈറ്റ്, അതൊരു വെബ് സെർവറിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും കാര്യം, 3 കാര്യം അവിടെ ക്ലിയർ ആയോ? എന്തൊക്കെയാ? വെബ് പേജസ്, ഓരോ പേജസിനെയും വെബ് പേജ് എന്ന് പറയും. ആ വെബ് പേജിന്റെ കളക്ഷൻ ആണ് വെബ്സൈറ്റ്, അതൊരു വെബ് സെർവറിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. 3 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സെർവറിലുള്ള വെബ്സൈറ്റിനെ ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ എന്റെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ടാണ് സെർവറിലേക്ക് ഇന്ന പേജ് വേണമെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യൂലേ, അതാണ് റിക്വസ്റ്റ് ചെയ്യുക. എനിക്ക് ആ പേജ് റെസ്പോൺസ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു വെബ് പേജ് എടുക്കാൻ വേണ്ടിയിട്ട്, വെബ്സൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, സെർവറിലെ പേജ് എടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാം സെയിം തന്നെ കേട്ടോ. വെബ് പേജ് എടുക്കാൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് എടുക്കാൻ, ഒരു സെർവറിലെ പേജ് എടുക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഗൂഗിൾ ക്രോം പോലത്തെ സോഫ്റ്റ്വെയർ, അതാണ് വെബ് ബ്രൗസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇൻഡിവിജ്വലി ഉള്ള പേജസിനെ നമുക്ക് വെബ് പേജസ് എന്ന് പറയാൻ സാധിക്കും. ആ വെബ് പേജസിന്റെ കളക്ഷൻ ആണ് എന്ത്? വെബ്സൈറ്റ്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മെയിൻ കമ്പ്യൂട്ടർ, അത്രമാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഇന്റർനെറ്റ് എടുക്കുന്ന സമയത്ത് സെർവർ ഒക്കെ എടുക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ വെബ്സൈറ്റ് സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ ആണ് വെബ് സെർവർ. ആ സെർവറിലുള്ള പേജിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് വെബ് ബ്രൗസർ എന്ന് വിളിക്കുന്നത്. എന്താണ് വെബ് ബ്രൗസർ എന്നുള്ള ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ടിം ബെർണേഴ്സ്-ലീ അണ്ണനാണ്. അപ്പൊ വെബ് പേജ്, വെബ്സൈറ്റ്, വെബ് സെർവർ, വെബ് ബ്രൗസർ, 4 കാര്യങ്ങൾ പക്കയായി മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഇത് ഏത് പാതിരാത്രി ചോദിച്ചു കഴിഞ്ഞാലും തെറ്റരുത് കേട്ടോ. യെസ്, അത് കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിം ബെർണേഴ്സ്-ലീ എന്നും പഠിച്ചു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് വെബ് ബ്രൗസർ? ഈസ് എ സോഫ്റ്റ്വെയർ that we use to retrieve or present information and navigate through web pages in the world wide web. World wide web എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താ വേൾഡ് വൈഡ് വെബ്? ഇതിപ്പോ ഒരു സെർവർ ആണ്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? വേൾഡ് വൈഡ് വെബ്. ഇതൊക്കെ ഇന്റർനെറ്റിന്റെ ടോപ്പിക് ആണ് കേട്ടോ. ബ്രൗസർ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നാളെ മുതൽ തുടങ്ങുകയാണ്. നെറ്റ്വർക്കും ഇന്റർനെറ്റ് നാളെ മുതൽ നമ്മൾ തുടങ്ങും കേട്ടോ. ഓക്കെ, അപ്പൊ വേൾഡ് വൈഡ് വെബിൽ നിന്നും, ലോകത്തേത് കോണിലുള്ള സെർവറിൽ നിന്നും ഇതുപോലെ നമുക്ക് കാര്യങ്ങളെ റിട്രീവ് ചെയ്തെടുക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. The document to be displayed identified using URL. Okay, URL. എന്താണ്, എങ്ങനെയാണ് ഈ വെബ് പേജ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്റെ പച്ചവെള്ളത്തിന്റെ വെബ് പേജസ് ഉണ്ട്. വെബ് പേജിനെ കളക്ട് ചെയ്തതാണ് അല്ലെങ്കിൽ അതിന്റെ കൂട്ടമാണ് വെബ്സൈറ്റ്. അതൊരു വെബ് സെർവറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ ഒരു ക്രോം ഇൻസ്റ്റാൾ ചെയ്തു, എന്നിട്ട് ആ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ നിന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് റെസ്പോൺസ് കിട്ടുക എന്ന് പറഞ്ഞില്ലേ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണ്? URL ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അതായത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ പേജസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4. ഇതിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പേജിനുള്ള അഡ്രസ് ആണ് URL. ഓക്കെ, URL. ഇപ്പൊ ഒന്നാമത്തെ പേജ് എന്ന് പറയുന്നത്, ചിലപ്പോ ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് ഞാൻ വായിക്കട്ടെ. യെസ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്റർനെറ്റും കുറെ മനസ്സിലാവും കേട്ടോ. യെസ്, അതുകൊണ്ടാണ് വെബ് ബ്രൗസർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഒന്നാമത്തെ പേജിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ചിലപ്പോ ഇങ്ങനെ http://www.pachavellam.com/
www.wordpress.com/pyq എന്നുള്ളതായിരിക്കും URL. രണ്ടാമത്തെ പേജിന്റെ URL എന്ന് പറയുന്നത് HTTP, ഇത്രയും കോമൺ ആണ്. ലാസ്റ്റ് സ്ലാഷ് കഴിഞ്ഞിട്ട് സിലബസ് എന്നുള്ളതായിരിക്കും അതിന്റെ URL. മൂന്നാമത്തെ പേജിന്റെ HTTP:// കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് സ്ലാഷ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളതായിരിക്കും അതിന്റെ URL. മനസ്സിലായോ? ഓരോ പേജിന്റെയും അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറച്ച് അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും. പക്ഷേ ഇത് ഒരുപാട് ടോപ്പിക്കിന്റെ ബേസ് ആയതുകൊണ്ടാണ് ഇവിടെ നിർത്തി പറയുന്നത് കേട്ടോ. ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ഇന്റർനെറ്റിലുള്ള ഓരോ പേജസിനെയും നമുക്ക് വെബ് പേജ് എന്ന് പറയാം. ആ വെബ് പേജുകളുടെ കളക്ഷനാണ് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് വെബ് സെർവറിലാണ്. നമ്മളെ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർ വഴിയാണ് ഈ പറയുന്ന പേജുകളെ നമുക്ക് എടുക്കാൻ സാധിക്കുക. ആ പേജുകൾ ഓരോന്നിനും ഓരോ അഡ്രസ് ഉണ്ട്. അതാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ആ കംപ്ലീറ്റ് അഡ്രസ്സിനെയാണ് URL എന്ന് പറയുക കേട്ടോ. നമ്മൾ വെബ്സൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ കാണാറില്ലേ http://www.something എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറില്ലേ? ഒരു വലിയ അഡ്രസ് കാണാറില്ലേ? അതാണ് URL. അങ്ങനെയാണ് വെബ് പേജുകൾ വഴി നമുക്ക് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ദ ഡോക്യുമെന്റ് ടു ബി ഡിസ്പ്ലേഡ് ഈസ് ഐഡന്റിഫൈഡ്. ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? URL ഉപയോഗിച്ചാണ്. അപ്പൊ വേൾഡ് വൈഡ് വെബിലൂടെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ, ഈ പറഞ്ഞ പോലെ റിട്രീവ് ചെയ്യാനും നമുക്ക് ഓരോ പേജിൽ നിന്ന് ഓരോ പേജിലേക്കൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചാണ്? URL ഉപയോഗിച്ചാണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഉപയോഗിച്ചാണ്. URL consists of its DNS name and its file name to be retrieved. Okay, yes. URL ന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഇതിപ്പോ ഇന്റർനെറ്റ് ഫുൾ ആവും അല്ലെ? URL ന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇത് ഓരോന്നും നമ്മൾ ഇന്റർനെറ്റ് പഠിക്കും കേട്ടോ. HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ ആണ്. യെസ്, ഇത് സബ് ഡൊമൈൻ ആണ്. ഇതാണ് ഡൊമൈൻ നെയിം. പച്ചവെള്ളം എന്നുള്ളതാണ് അതിന്റെ ഡൊമൈൻ നെയിം കേട്ടോ. ഡൊമൈൻ നെയിം. ഓക്കെ, യെസ്. ഇത് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് നെറ്റ്വർക്ക് എടുക്കുമ്പോൾ എടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അടങ്ങിയതാണ് DNS, ഡൊമൈൻ നെയിമും പിന്നെ ഹോസ്റ്റ് ഫയൽ നെയിമും എല്ലാം കൂടി അടങ്ങുന്നതാണ്. പ്രോട്ടോകോൾ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക കേട്ടോ. ആ കംപ്ലീറ്റ് അഡ്രസ് ആണ് URL. ആ URL വെച്ചിട്ടാണ് വെബ് പേജിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മള് DNS ഒക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകും. അത് നമുക്ക് ഇന്റർനെറ്റിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. ഒരാള് അയാളുടെ കമ്പ്യൂട്ടറിൽ വെബ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് സെർവറിലുള്ള വെബ് പേജസിനെ എടുക്കുക. എങ്ങനെയാണ് പേജസിനെ ഐഡന്റിഫൈ ചെയ്യുക? URL ഉപയോഗിച്ചുകൊണ്ട്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. യെസ്, അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഈ ചിത്രമാണ് മെയിൻ കേട്ടോ. യെസ്, ഇനി browser is capable of, a browser is capable of displaying, എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യും വെബ് ബ്രൗസർ? ടെക്സ്റ്റിനെ കാണിച്ചു തരും. ഇമേജസിനെ കാണിച്ചു തരും. ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ്, ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ്, വീഡിയോസ്, സൗണ്ട്സ്, സ്ക്രിപ്റ്റ്സ് എക്സെട്ര ഇൻ എ വെബ് ഡോക്യുമെന്റ് ഓർ വെബ് പേജസ്. ടെക്സ്റ്റ് അറിയാം, ഇമേജ് അറിയാം, വീഡിയോ അറിയാം, സൗണ്ട് അറിയാം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് കോഡ്, ഇതൊക്കെ കാണിച്ചു തരും അല്ലേ? യെസ്. എന്താണ് ഈ ഹൈപ്പർ ലിങ്ക്? അറിയാത്തവരുണ്ടോ? അതായത് ഒരു വെബ് പേജ് ഇവിടെ ഉണ്ട്. ആ വെബ് പേജിൽ ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വേറൊരു വെബ് പേജിലേക്കൊക്കെ പോകാറില്ലേ? ഈ ലിങ്ക് ഇല്ലേ, നെക്സ്റ്റ് ഇല്ലേ, ഇതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് എന്ന് പറയുന്നത് കേട്ടോ. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, രണ്ട് വെബ് പേജുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക് എന്ന് നോട്ട് ചെയ്തു നോക്കാം. ഓക്കെ, അതുണ്ടാവും. പ്രോഗ്രാം കോഡ്, അതായത് ഇപ്പൊ നിങ്ങളെ ക്രോമിൽ ക്ലാസ് കാണുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ സിസ്റ്റത്തിൽ ക്ലാസ് കാണുന്ന ആളാണെങ്കിൽ എവിടെയെങ്കിലും ഈ സ്ക്രീനിന്റെ ഈ പവർ പോയിന്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു പോർഷനിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് വ്യൂ സോഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ബ്രൗസറിന്റെ കോഡ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കാണാൻ പറ്റുമോ? ആരെങ്കിലും വെബ് ബ്രൗസറിൽ ക്ലാസ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മള് ഈ ക്ലാസ് ബ്രൗസറിൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാല് വ്യൂ പേജ് സോഴ്സ് എന്ന് കാണും. വ്യൂ പേജ് സോഴ്സ് കേട്ടോ. ഓക്കെ, വ്യൂ പേജ് സോഴ്സ് എന്ന് കാണാൻ സാധിക്കും.
അപ്പൊ അതിനകത്തെ ഈ ബ്രൗസർ എങ്ങനെയാ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കോഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് സ്ക്രിപ്റ്റ് പ്രോഗ്രാം കോഡ് ഇൻസൈഡ് എ വെബ് പേജ് എന്ന് പറയുന്നത് കേട്ടോ. അതെല്ലാം നമുക്ക് ബ്രൗസർ കാണിച്ചു തരും. നമുക്ക് ടെക്സ്റ്റുകൾ കാണിച്ചു തരും, ഇമേജസ് കാണിച്ചു തരും, ഹൈപ്പർ ലിങ്ക് കാണിച്ചു തരും, വീഡിയോസ് കാണിച്ചു തരും, സൗണ്ട് കാണിച്ചു തരും, സ്ക്രിപ്റ്റ് കാണിച്ചു തരും. ഇതെല്ലാം ബ്രൗസർ നമുക്ക് കാണിച്ചു തരും കേട്ടോ. Most www documents are created using hypertext markup language. Tags are so called web pages. Okay. അപ്പോ ശ്രദ്ധിച്ചു കേട്ടെ, ഇന്റർനെറ്റിൽ നമ്മൾ തിരയുന്ന വെബ് പേജ് അല്ലെ, ആ പേജിന്റെ അഡ്രസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? പേജിന്റെ അഡ്രസ്സിനെ, ഓരോ പേജിനെയും നമുക്ക് ഏത് അഡ്രസ് ഉപയോഗിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക? പറഞ്ഞേ URL ഉപയോഗിച്ച് അല്ലെ. ഓക്കെ, URL ഉപയോഗിച്ചാണ് ഓരോ പേജിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഓരോ പേജും നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HTML ഉപയോഗിച്ചാണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. ഓരോ പേജുകളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചാണ്? HTML ടാഗുകൾ ഉപയോഗിച്ചാണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഒരു പേജിനെ വെബ് പേജ് എന്ന് പറയും, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് URL ആണ്, പക്ഷെ അത് ആ പേജ് നിർമ്മിച്ചിരിക്കുന്നത് HTML കൊണ്ടാണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു വെക്കാം. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനിങ് ലാംഗ്വേജ് ആണ് കേട്ടോ, ഡിസൈനിങ് ലാംഗ്വേജ് ആണ്. യെസ്, ആ പേജ് ഒരു വെബ് പേജിൽ, ഇപ്പോ ഒരു വെബ് പേജ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? ഇമേജസ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, ഹൈപ്പർ ലിങ്ക് ഉണ്ടാവും അല്ലെ. ഇതിനെ എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ്. കിട്ടിയോ? ഒരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർനെറ്റിൽ ഏത് പേജ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഇമേജ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, എല്ലാം ഉണ്ടാവില്ലേ? ഇതിനെല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പർ ടെക്സ്റ്റ്. അത് നിർമ്മിക്കുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, HTML കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് വെബ് പേജ്, എന്താണ് URL, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് URL, അത് നിർമ്മിച്ചിരിക്കുന്ന എന്ത് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് HTML പേജ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വെബ് പേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HTML എന്ന് പറയുന്ന ഡിസൈനിങ് ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വിളിച്ചു. ഇത് കണ്ടുപിടിച്ചത് ആര് തന്നെയാണെന്നറിയോ? ടിം ബെർണേഴ്സ്-ലീ തന്നെയാണ്. www കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വെബ് ബ്രൗസർ കണ്ടുപിടിച്ചതും അദ്ദേഹമാണ്. HTML കണ്ടുപിടിച്ചതും ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് എന്ന് പഠിച്ചു കേട്ടോ. A web browser interpret these tags and display formatted page. അത് ഉപയോഗിച്ചിട്ടാണ് വെബ് ബ്രൗസർ നിർമ്മിക്കുക. It allows us to navigate through web pages using hyperlink available in the web pages. വെബ് പേജിലുള്ള ഹൈപ്പർലിങ്ക് വഴിയാണ് നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോവുക കേട്ടോ. അപ്പോ ഇവിടെ പഠിച്ചത് എന്താ? നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ബ്രൗസർ ഉപയോഗിച്ച്, ബ്രൗസറിന്റെ എക്സാമ്പിൾസിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ കേട്ടോ. ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റുകളെ കാണാം, ഇമേജുകളെ കാണാം, ലിങ്കുകളെ കാണാം, വീഡിയോസിനെ കാണാം, സൗണ്ടിനെ കാണാം, സ്ക്രിപ്റ്റ് കാണാം, എല്ലാം കാണാം. നമുക്ക് പറ്റൂലേ? യെസ്, ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ കാണാൻ ഈ പറയുന്ന പേജ് നിർമ്മിച്ചിരിക്കുന്നത് ആരാണ്? എന്തുപയോഗിച്ചാണ് പേജ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ HTML ഉപയോഗിച്ചാണ്. HTML കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, www കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും, വെബ് ബ്രൗസർ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒക്കെ ടിം ബെർണേഴ്സ്-ലീ ആണ് എന്നും പഠിച്ചേക്കുക. ഓക്കെ, യെസ്. അപ്പോ ഇതുവരെ പഠിച്ചത്, ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ പഠിച്ചത്, വെബ് ബ്രൗസർ ഈസ് എ ഡാഷ് സോഫ്റ്റ്വെയർ. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. വെബ് ബ്രൗസർ ഈസ് എ ഡാഷ് സോഫ്റ്റ്വെയർ. വെബ് ബ്രൗസർ ഈസ് എ ഡാഷ് സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ജനറൽ പർപ്പസ് ആണോ സ്പെഷ്യൽ പർപ്പസ് ആണോ? സ്പെഷ്യൽ പർപ്പസ് ആണ് അല്ലെ? ഓക്കെ. ഇനി വെബ് പേജുകളുടെ കളക്ഷൻ ആണ് ഡാഷ്. വെബ് പേജുകളുടെ കളക്ഷൻ ആണ് ഡാഷ്. എന്ത്? വെബ്സൈറ്റ്. വെബ്സൈറ്റ് സെർവറിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ വെബ്സൈറ്റിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു സോഫ്റ്റ്വെയർ വഴി ആക്സസ് ചെയ്യാം. ആ സോഫ്റ്റ്വെയറിന് എന്ത് വിളിക്കാം? ഓക്കെ, ആ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് വിളിക്കുന്നത് അല്ലെ? ഓക്കെ, വെബ് ബ്രൗസർ. ഓരോ വെബ് ബ്രൗസർ ഉപയോഗിച്ച് നമ്മൾ ആക്സസ് ചെയ്യുന്ന ഓരോ വെബ് പേജിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന അഡ്രസ്സിനെ വിളിക്കുന്ന പേരെന്താ?
നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യുന്ന ഓരോ പേജിനും ഓരോ അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? URL എന്ന് വിളിക്കും അല്ലെ. URL-ന്റെ പൂർണ്ണരൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണെന്ന് പഠിച്ചു പോകാം. ഓരോ വെബ് പേജും നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഡിസൈനിങ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. ആ ലാംഗ്വേജിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വെബ് ബ്രൗസറും നിർമ്മിച്ചിരിക്കുന്നത് വെബ് ബ്രൗസർ അല്ല, ഓരോ വെബ് ബ്രൗസർ വഴിയും നമ്മൾ ആക്സസ് ചെയ്യുന്ന വെബ് പേജസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഡിസൈനിങ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. ആ ഡിസൈനിങ് ലാംഗ്വേജിന്റെ പേര് HTML ആണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വെബ് ബ്രൗസർ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിം ബെർണേഴ്സ്-ലീ ആണ്. www ഉപജ്ഞാതാവ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ടിം ബെർണേഴ്സ്-ലീ ആണ്. HTML കണ്ടുപിടിച്ച ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇതെന്താണെന്നറിയോ? ഈ ടിം ബെർണേഴ്സ്-ലീ ആദ്യം ലോകത്തെ മൊത്തം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് വെബ് വേണമെന്ന് പറഞ്ഞു. ഈ കണക്ട് ചെയ്യണമെങ്കിൽ ബ്രൗസർ വേണ്ടേ? എന്നാലല്ലേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ബ്രൗസർ അയാൾ കണ്ടുപിടിച്ചു. പിന്നെ ഈ പറയുന്ന വെബ് പേജ് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. അപ്പോ ഈ വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് HTML കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ തിരിച്ചു ആവാം. ആദ്യം HTML കണ്ടുപിടിച്ചു, പിന്നെ വെബ് ബ്രൗസർ കണ്ടുപിടിച്ചു. ഇത് എല്ലാരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് വെബും കണ്ടുപിടിച്ചു. അതെല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കണ്ടുപിടിച്ചത് ടിം ബെർണേഴ്സ്-ലീ ആണ് കേട്ടോ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇത്രയും കാര്യം നെറ്റ്വർക്കിൽ ഇനി ഇന്റർനെറ്റിൽ ഞാൻ എടുക്കൂലേ കേട്ടോ. URL എന്താണ്, വെബ് ബ്രൗസർ എന്താണ്, വെബ് സെർവർ എന്താണ്, പിന്നെ വെബ് പേജ് എന്താണ്, ഹൈപ്പർ ലിങ്ക് എന്താണ്, വെബ് ബ്രൗസർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്റർനെറ്റിനും കൂടി ആയിട്ട് ഇവിടെ എടുത്തു കേട്ടോ. സം കോമൺ ബ്രൗസേഴ്സ് ആർ. ഈ വെബ് ബ്രൗസർ ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരേ ഡ്യൂട്ടിയാണ്. വെബ് ബ്രൗസർ ഒക്കെ ചെയ്യുന്നത് ഒരേ ഡ്യൂട്ടിയാണ്. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്? ഇത് ഏതാ പറഞ്ഞേ? ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഏതാ? ആപ്പിളിന്റെ സഫാരിയാണിത് കേട്ടോ. ഇത് ഇന്ന് അന്യം നിന്ന് പോയി. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെ? ഇതിലെല്ലാം പരിചയമില്ലേ? ഇത് ക്രോം അല്ലേ? ഇത് ഗൂഗിൾ ക്രോം അല്ലേ? ഇത് ഒപ്പേര ഉപയോഗിക്കാറില്ലേ ഫോണിൽ? ഒപ്പേര മിനി അല്ലേ? ഒപ്പേര. പിന്നെ ഇവിടെ ഉള്ളത് എന്റെ മാറ്റേണ്ടി വരും അല്ലെ? ഓക്കെ, ഇവിടെ ഉള്ളത് ഏതാ? ഈ ചിത്രം ഏതാ? മോസില്ല ഫയർഫോക്സും ആണ് അല്ലെ? മോസില്ല ഫയർഫോക്സും ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോ എന്തിനാണ് ഇത്രയേറെ വെബ് ബ്രൗസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഇത്രയേറെ കാറുകൾ ഈ നിരത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങുന്നത് എന്ന് ചോദിച്ച പോലെയാണ്. ഒറ്റ കമ്പനി പോരെ, ഒറ്റ കാർ കമ്പനി പോരെ അല്ലെ? കാർ കമ്പനി എന്തിനാ ഈ പറയുന്ന ഇത്രയും അധികം ടൊയോട്ടയും കിയയും എന്താണ് വോക്സ്വാഗൻ, അങ്ങനെ എന്തിനാ ഇത്രയേറെ കമ്പനികൾ? ഓരോരുത്തരുടെ സൗകര്യം, ഓരോരുത്തരുടെ വിശ്വാസം, ഓരോരുത്തരുടെ പ്രൈസ് അല്ലെ, ഓരോരുത്തരുടെ എന്താണ് മൈലേജ്, ഇങ്ങനെയുള്ള പല കൺസ്ട്രെയിൻസ് നോക്കിയിട്ടാണ് നിരത്തിൽ ഇത്രയധികം കാറുകൾ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ബ്രൗസേഴ്സ് തിരഞ്ഞെടുക്കുക അല്ലെ? നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഓക്കെ, ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേര, സഫാരി, ഇങ്ങനെ ഒരുപാട് വെബ് ബ്രൗസറുകൾ ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാ? ഓക്കെ, സം ഐക്കൺസ് കാണാൻ പറ്റുന്നത് നമ്മൾ സെർച്ച് ചെയ്തു. These browsers have most mobile version that can use to mobile operating system. Okay, മൊബൈൽ OS-ലും വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ പലതും കേട്ടോ. മൊബൈൽ OS-ലും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാ? ക്രോം, എഡ്ജ്, പിന്നെ ക്രോം ആണ് കൂടുതൽ വരുന്നത്. എഡ്ജ്, ഒപ്പേര ഫോണിൽ ഉപയോഗിക്കുന്നവരായിരിക്കും കൂടുതൽ ഒപ്പേര അല്ലെ? അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മളെ കൂടുതലും ഏത് ബ്രൗസറാന്നുള്ളത് തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കുക അല്ലെ? ബ്രേവ് ഉപയോഗിക്കുന്നവരില്ലേ? ബ്രേവ്. നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് here are the some examples of browsers: Google Chrome, Mozilla Firefox, Edge, Microsoft ന്റെ ആണ് Edge, ഗൂഗിളിന്റെ Chrome, ആപ്പിളിന്റെ സഫാരി. ഫാസ്റ്റസ്റ്റ് ഇത് എഴുതിയെടുക്കുമ്പോൾ അതും കൂടെ എഴുതി വെക്കണേ. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അത് സഫാരിയാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി ഒപ്പേര, ബ്രേവ് ബ്രൗസർ, നേരത്തെ നിങ്ങൾ പറഞ്ഞ പഫിൻ, ഓക്കെ, വിവാൽഡി, UC ബ്രൗസർ ചൈനയുടെ അടക്കം നിരോധിച്ചായിരുന്നു അല്ലെ? ക്രോമിയം, ഓക്കെ.
യെസ്, ഇതെല്ലാം വെബ് ബ്രൗസേഴ്സിന് ഉദാഹരണമാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ മാഷേ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുക? ബ്രൗസർ ആണോ? ഇനി സെർച്ച് എഞ്ചിൻ പഠിക്കുമ്പോൾ ഇത് ഏതാ മനസ്സിലാവുക? യെസ്, എങ്ങനെ മനസ്സിലാവും? യെസ്, അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, ഇപ്പോ ചിലർക്ക് ഈ ക്ലാസ്സിലുള്ള ചിലർക്ക് വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും ഒന്നും പഠിച്ചില്ലെങ്കിലും വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ വെബ് ബ്രൗസർ ആണോ സെർച്ച് എഞ്ചിൻ ആണോ സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് മനസ്സിലാവും. ഈ ക്ലാസ്സിലുള്ള ചിലർക്ക് തന്നെ അതെങ്ങനെയാ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് കേട്ടോ. കാരണം കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇതൊക്കെ പലയിടത്തായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓൾറെഡി അവരുടെ മനസ്സിലുണ്ട്. അല്ലാത്ത ആളുകൾ അത് പഠിച്ചേ മതിയാവുള്ളൂ. ഏതാണ് ബ്രൗസർ, ഏതാണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളത് കൃത്യമായി വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നമ്മുടെ മാമനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഓക്കെ, ലിസ്റ്റ് എനി 25, ഇതെന്താ നേരത്തെ എന്തോ വരുന്നുണ്ടല്ലോ, ലിസ്റ്റ് എനി 25 വെബ് ബ്രൗസേഴ്സ്. ഓക്കെ, ഒരു 25 വെബ് ബ്രൗസർ ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഇതാ വന്ന് കണ്ടോ നിങ്ങള്? പടപടയെന്ന് പറഞ്ഞ് വന്ന് കണ്ടോ? യെസ്, ഓക്കെ. ഗൂഗിൾ ക്രോം കാണുന്നുണ്ടോ? ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, എഡ്ജ്, സഫാരി, ഒപേര, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ബ്രേവ്, വിവാൽഡി, ടോർ ബ്രൗസർ. എഴുതിയെടുക്കാത്തത് എഴുതിയെടുക്കാം കേട്ടോ. ചാറ്റ് GPT എടുത്തിട്ട് 100 കൊടുത്തു കഴിഞ്ഞാൽ 100 നമുക്ക് കിട്ടും. ഓക്കെ, ക്രോമിയം, യുസി ബ്രൗസർ, മാക്സ്തോൺ, MI കമ്പനിയുടെയാണ് മാക്സ്തോൺ കേട്ടോ. മാക്സ്തോൺ, അവാൻഡ് ബ്രൗസർ, യാൻഡെക്സ് ബ്രൗസർ, പെയിൽമൂൺ, സീമങ്കി, എപ്പിക്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് ഏത്? എപ്പിക് എന്ന് നോട്ട് ചെയ്തു. എപ്പിക്, ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എപ്പിക് എന്നും പഠിച്ചു നോക്കാം. നിങ്ങൾ പഠിക്കുമ്പോ ഇപ്പൊ ചാറ്റ് GPTയും ഇതൊക്കെ എടുത്ത് പഠിക്കാറുണ്ടോ? അഡ്വാൻസ് ലെവൽ പഠനം നടത്താറുണ്ടോ? എല്ലാത്തിന്റെയും എക്സാമ്പിൾസ് ഒരു 100 എണ്ണം എഴുതി വെക്കാറുണ്ടോ? ഇവിടെ ഉള്ളത് പഠിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. ഉണ്ടോ? സീമങ്കിയ പേര് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് എപ്പിക്. നമ്മുടെ സ്ലൈഡിൽ വരുന്നുണ്ട്, അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, മിഡോറി, സ്ലിം ബ്രൗസർ, കൊമോഡോ, കോൺകോർ, വാട്ടർഫോക്സ്, ഫാൽക്കൺ, ക്വിറ്റ് ബ്രൗസർ, ലിൻഎക്സ്. ഓക്കെ, യെസ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഒരു 15 മതി കേട്ടോ. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് എഴുതിയെടുക്കുക, ഇതും കൂടി എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ വെബ് ബ്രൗസേഴ്സിന് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് വെബ് ബ്രൗസർ എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചയും നമ്മൾ നടത്തി. വെബ് ബ്രൗസേഴ്സിന് കുറച്ച് ഉദാഹരണങ്ങളും പഠിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് മലയാളത്തിലും വായിച്ചു നോക്കാം കേട്ടോ. സെയിം തന്നെയാണ്. യെസ്, ഇവിടെ നമുക്ക് അഡീഷണലി പഠിക്കാനുള്ളത് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ www എന്നുള്ള പേരായിരുന്നു ആര് കൊടുത്തത്? ടിംബർനെസ്ലി കൊടുത്തത്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ www എന്നുള്ള പേരായിരുന്നു നമ്മുടെ ടിംബർനെസ്ലി അണ്ണൻ കൊടുത്തത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ സംഭവം ഓൾറെഡി ഉള്ളതല്ലേ, പിന്നെ അതിനും ഈ പറയുന്ന വെബ് ബ്രൗസറിനും വേൾഡ് വൈഡ് വെബ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിന്റെ പേര് നെക്സസ് എന്നാക്കി മാറ്റി. ഒഫീഷ്യലി ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സസ് ആണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സസ് എന്ന് പഠിച്ചു പോകാം. കണ്ടുപിടിച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിംബർനെസ്ലി. 95 മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ വെബ് ബ്രൗസർ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഓക്കെ, 95ലാണ് ഡിഫോൾട്ട് വെബ് ബ്രൗസർ ആയി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വരുന്നത്. 1995 മൈക്രോസോഫ്റ്റ്. അപ്പൊ ആദ്യത്തെ വെബ് ബ്രൗസർ www ആയിരുന്നു, പിന്നെ അതിന്റെ പേര് നെക്സസ് ആക്കി മാറ്റി. അപ്പൊ ഒഫീഷ്യലി ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സസ് ആണ്. 95 മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ വെബ് ബ്രൗസർ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇപ്പോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇല്ല. 2022 കൂടി അതിന്റെ പ്രവർത്തനം നിലച്ചു. ഇപ്പോൾ എഡ്ജ് ആണ് മൈക്രോസോഫ്റ്റിന്റെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ. എഡ്ജ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഡിഫോൾട്ട് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്ജ് എന്ന് വിളിച്ചു.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം മാത്രമേ. ഗൂഗിൾ ക്രോം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം. മൈക്രോസോഫ്റ്റിന്റെ ഇപ്പോഴത്തെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ എഡ്ജ്. എക്സ്പ്ലോറർ വന്നത് 1995. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ നെക്സസ്. എല്ലാം പക്ക പഠിക്കേണ്ട പോയിന്റ് ആണ്. പഠിച്ചോ കിട്ടില്ലേ? യെസ്. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ നമ്മൾ പഠിച്ചു എപ്പിക്. ഗ്രാഫിക്കൽ സപ്പോർട്ടുള്ള ആദ്യത്തെ വെബ് ബ്രൗസർ മൊസൈക്ക്. എന്നാൽ മൊസൈക്കിന് ശേഷം ഇറങ്ങിയ ചിത്രങ്ങളും ശബ്ദവും ഒക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന പ്രശസ്തമായ ഒരു ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ആണ് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. അപ്പോ ഗ്രാഫിക്സ് സപ്പോർട്ട് ഉള്ളത്, ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ വന്നതാണ് മൊസൈക്ക് എങ്കിൽ ഫസ്റ്റ് ഫുള്ളി സപ്പോർട്ടഡ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗ്രാഫിക്സ് സപ്പോർട്ട് ഉള്ളത്. ഓക്കെ, GU സപ്പോർട്ട് ഉള്ളതാണ് ഏത്? മൊസൈക്ക്. ഫസ്റ്റ് GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് SCERT ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ നമുക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ in the world. പലപ്പോഴും മൊസൈക്ക് ആണ് കാണുക കേട്ടോ, പക്ഷെ SCERT പറയുന്നുണ്ട് അത് സപ്പോർട്ട് ഉള്ളതാണ്. ഓക്കെ, യെസ്. എയർവേസും കാണുന്നുണ്ട് അല്ലെ? എയർവേസും കാണുന്നുണ്ട്. ഫസ്റ്റ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ഇൻ ദി വേൾഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ എയർവേസും മൊസൈക്ക് ഒക്കെ കാണുന്നുണ്ട്. പഴയ ഒരു ചോദ്യ പേപ്പറിൽ PSC മൊസൈക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ SCERT ഇപ്പൊ വെണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഒരു കോളത്തില് അത് കണ്ടുപിടിച്ച ആളുടെ പേര് മാർക്ക് ആൻഡ്രീസൺ ആണ് എന്നുള്ള പോയിന്റ് അടക്കം SCERT കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുമ്പോൾ അത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പഠിച്ചു വെക്കാം. കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് ആൻഡ്രീസൺ. പഴയ റാങ്ക് ഫയലിലൊക്കെ മൊസൈക്ക് കാണാം കേട്ടോ. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫിക്സ് ഫുൾ ആയിട്ടൊന്നും ആദ്യം ഒന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ചിലതിൽ ഇമേജ് മാത്രമായിട്ട് വന്നിട്ടുണ്ടാവും, ചിലതിൽ വീഡിയോ കൂടെ വന്നിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ചായിരിക്കും. ചിലപ്പോൾ തുടക്കത്തിൽ മൊസൈക്ക് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ വർഷങ്ങൾ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പക്ഷേ SCERT നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ കേട്ടോ. ഇത് ഏത് കമ്പനിയുടെ വെബ് ബ്രൗസർ ആണ്? നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ അവിടെ പഠിക്കാം. ആപ്പിൾ കമ്പനിയുടെ വെബ് ബ്രൗസർ ആണ്. അടുത്ത പോയിന്റ് ആണ് സഫാരി. ഓക്കെ, ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ആണ് ഇത് സഫാരി എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, ഓരോ വെബ് ബ്രൗസറിനെ കുറിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറയുകയാണേ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? നെക്സസ്. ആരാ കണ്ടുപിടിച്ചത്? ടിം ബെർനേഴ്സ്-ലീ. ഏത് വർഷമാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറങ്ങിയത്? 1995. ഇപ്പോൾ വിൻഡോസിന്റെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ ഏതാണ്? എഡ്ജ്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം ആണ്. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? എപ്പിക് ആണ്. ഗ്രാഫിക്സ് സപ്പോർട്ട് ഉള്ളത് ഏതാണ്? മൊസൈക്ക്. എയർവേസ് ഒക്കെ അതിന്റെ തുടക്കക്കാരാണ്. പക്ഷേ ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പഠിച്ചു. അതാരാ കണ്ടുപിടിച്ചത്? മാർക്ക് ആൻഡ്രീസൺ കേട്ടോ. ഇനി ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളിന്റെ സഫാരി ആണ് എന്ന് പഠിച്ചു നോക്കാം. മോസില്ല കോർപ്പറേഷൻ പുറത്തിറക്കിയ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസർ ആണ് മോസില്ല ഫയർഫോക്സ്. മോസില്ല കോർപ്പറേഷൻ പുറത്തിറക്കിയ ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, വെബ് ബ്രൗസർ ആണ് മോസില്ല ഫയർഫോക്സ് എന്ന പോയിന്റും നോട്ട് ചെയ്തു.
മോസില്ല ഫയർഫോക്സിൽ കാണുന്ന ലോഗോ. ഓക്കെ, ഇത് പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള എന്താണ്, എന്തോ തീ കത്തുന്ന പോലെ, ലോകത്ത് മൊത്തം തീ കത്തുകയാണ് എന്നുള്ള രീതിയിലുള്ള ചിത്രമായിരിക്കും ചിലപ്പോൾ മനസ്സിൽ വരിക അല്ലെ, പെട്ടെന്ന് ഇത് കാണുന്ന സമയത്ത്. പക്ഷേ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു മൃഗം ഉണ്ടേ. യെസ് അല്ലെ, അതിനകത്തൊരു മൃഗം ഉണ്ടേ. അതാണ് എന്ത്, റെഡ് എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. റെഡ് പാണ്ട ആണ് കേട്ടോ, റെഡ് പാണ്ടയാണ്. ഫയർഫോക്സ് എന്ന പേരും കൂടി നമ്മൾ ഫയർ ആണെന്ന് വിചാരിക്കും, ഫയർ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഒഫീഷ്യലി അതിലുള്ള മൃഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. യെസ്, റെഡ് പാണ്ടയാണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. യെസ്, റെഡ് ഫോക്സ് അല്ല, റെഡ് പാണ്ടയാണ് കേട്ടോ. ഓക്കെ, യെസ്, റെഡ് പാണ്ടയാണ് അതിലുള്ള ലോഗോയിലുള്ള മൃഗം എന്നുകൂടി ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്, അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ ഓക്കെ ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാ? ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സസ് ആണ്. നെക്സസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിം ബെർണേഴ്സ്-ലീ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണ്? സഫാരിയാണ്. സഫാരി ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളിന്റെ ആണെന്ന് പഠിച്ചു നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക് ആണ് എന്ന് പഠിച്ചു നോക്കാം. ലോകത്തിലെ ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് ആൻഡ്രീസൺ കണ്ടുപിടിച്ച നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാ? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോം ആണ് എന്ന് പഠിച്ചു വെക്കാം. വിൻഡോസിന്റെ ഇപ്പോഴത്തെ ഡിഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്ജ് ആണെന്ന് പഠിച്ചു നോക്കാം. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്തത് 1995-ലാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ സ്റ്റാർട്ട് ചെയ്തത് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. അപ്പൊ മോസില്ല ഫയർഫോക്സിന്റെ ലോഗോയിലുള്ള മൃഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസില്ല ഫയർഫോക്സിന്റെ ലോഗോയിലുള്ള മൃഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതാ? അതെ, യെസ്, അത് റെഡ് പാണ്ടയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോഗോ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോഗോ അതെ ടക്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ജിംബിന്റെ ഒഫീഷ്യൽ ലോഗോ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജിംബിന്റെ ഒഫീഷ്യൽ ലോഗോ അതെ വിൽബർ എന്ന് പറയുന്നതാണ് എന്ന പോയിന്റും നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഓക്കെ, യെസ്, വിൽബർ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ഓക്കെ. ഇനി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളുമായിട്ട് കുറച്ച് MCQs ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മളിവിടെ ഒരുപാട് സമയമില്ല, കുറച്ച് ചോദ്യങ്ങളുണ്ട്, കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തീരണം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് യെസ് നമുക്ക് ഓക്കെ യെസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളും നമുക്ക് കുറച്ച് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും, അതും കൂടി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ കൂടി ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ് ടു റീഡ് HTML പേജ്? ഇതിൽ ഏതാണ് ആൻസർ?
യെസ്, HTML പേജിനെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, HTML പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെബ് പേജ് കേട്ടോ. വെബ് പേജ് നിർമ്മിച്ചിരിക്കുന്നത് HTML കൊണ്ടാണ്. HTML പേജിനെ റീഡ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? യെസ്, അത് വെബ് ബ്രൗസർ ആണ് എന്ന് നമ്മൾ പഠിച്ചു. സെറ്റ് അല്ലേ? ഓക്കെ, HTML പേജ്, HTML കൊണ്ടാണ് ഒരു വെബ് പേജ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വെബ് പേജിനെ റീഡ് ചെയ്യാൻ, HTML പേജിനെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബ് ബ്രൗസർ. ഒരു മാർക്ക് നമുക്ക് കിട്ടി കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് ദ ഓപ്പൺ സോഴ്സ് വേർഷൻ ഓഫ് നെറ്റ്സ്കേപ്പ്. നെറ്റ്സ്കേപ്പ് നമ്മൾ പഠിച്ചു, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള വെബ് ബ്രൗസർ ആണെന്ന് പഠിച്ചു. മാർക്ക് ആൻഡ്രീസൺ ആണ് ഇത് കണ്ടുപിടിച്ചത് എന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. ഇതിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ ഏതാണ്? ഇത് പെയ്ഡ് ആയിരുന്നു, ഇത് പ്രൊപ്രൈറ്ററി ആയിരുന്നു കേട്ടോ, ഇത് പെയ്ഡ് ആയിരുന്നു. ഓക്കെ, യെസ്, ഇതിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാ? കമന്റ് ചെയ്യാമോ? ഇതിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ, ഇതിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ ആണ് മോസില്ല ഫയർഫോക്സ് കേട്ടോ. നെറ്റ്സ്കേപ്പിന്റെ ഓപ്പൺ സോഴ്സ് വേർഷൻ ആണ് മോസില്ല ഫയർഫോക്സ്. അറിയാത്തവർ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ നെറ്റ്സ്കേപ്പ് നമ്മൾ പഠിച്ചത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള സിസ്റ്റം ആണ്. മാർക്ക് ആൻഡ്രീസൺ ആണ് അത് കണ്ടുപിടിച്ചത്. മോസില്ല ഫയർഫോക്സ് ആണ് അതിന്റെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള നെറ്റ്സ്കേപ്പിന്റെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള നെറ്റ്സ്കേപ്പിന്റെ ആദ്യം കണ്ടുപിടിച്ച നെറ്റ്സ്കേപ്പിന്റെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള വേർഷൻ ആണ് മോസില്ല ഫയർഫോക്സ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. A website's front page or main page is called dash. ഒരു വെബ്സൈറ്റിന്റെ ഏറ്റവും ആദ്യത്തെ പേജിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യും, നാളെ പരീക്ഷയായിട്ട് ചോദിക്കും കേട്ടോ. A website's front page is called dash. ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് പേജിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം പേജ് എന്നാണ് വിളിക്കാൻ പറ്റുക കേട്ടോ. എന്താണ്? ഹോം പേജ്. എഴുതിയെടുക്കണേ. ഒരു വെബ്സൈറ്റിന്റെ അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കണേ. ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് പേജിനെ എന്ത് വിളിക്കാം? ഹോം പേജ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. Which of the following is the first web browser? ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ which of the following is the first web browser എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ which of the following is the first web browser, ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാ? നമ്മൾ പച്ച വെള്ളം പോലെ പഠിച്ചു അല്ലെ, നെക്സസ് ആണ് എന്ന് നമുക്കറിയാം. ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ പറയാം. വാട്ട് ഈസ് വെബ് ബ്രൗസർ? എ പ്രോഗ്രാം that can display a web page. ആണോ? A program used to view HTML documents to enable user access the resources of the internet. All of the above mentioned. Okay, web page display ചെയ്യാനാണോ? HTML document എടുക്കാനാണോ? It enable user to access the resources of the internet. ഇന്റർനെറ്റിലെ റിസോഴ്സുകൾ ആക്സസ് ചെയ്യാനാണോ? ഏതാ? എല്ലാത്തിനും വേണ്ടിയിട്ടാണ് വെബ് ബ്രൗസർ യൂസ് ചെയ്യുന്നത് അല്ലേ? യെസ്. ഓക്കെ, ഇനി some web browsers are intended for specific audience. ഓക്കെ, ചില വെബ് ബ്രൗസറുകളെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന വെബ് ബ്രൗസറുകളാണ്. സാക്ക് എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ ഉണ്ട് കേട്ടോ. സാക്ക് നമ്മൾ പഠിച്ച കൂട്ടത്തിലില്ല, എഴുതിയെടുത്തതിലില്ല കേട്ടോ. സാക്ക് എന്ന് പറയുന്ന വെബ് ബ്രൗസർ ആർക്ക് വേണ്ടിയിട്ടാണ്? യെസ്, അത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തൊട്ടും അല്ലാതെയും ഒക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ ഇന്റർഫേസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന വെബ് ബ്രൗസർ ആണ് ഇത് ഓട്ടിസം വെബ് ബ്രൗസർ കേട്ടോ. ഓക്കെ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സാക്ക് വെബ് ബ്രൗസർ എന്ന് വിളിച്ചു. ഇനി അമേരിക്കയിലെ NCSA നാഷണൽ സെന്റർ ഫോർ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സംഘടന നിർമ്മിച്ച വെബ് ബ്രൗസർ ഇതിലേതാണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസൈക്ക്, ഒപ്പേര, സഫാരി. ചോദ്യം നമ്മൾ ചെയ്യാണ്. അപ്പൊ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റിന്റെ ആണ്, അത് NCSA അല്ല നമുക്ക് പറയാം, മൈക്രോസോഫ്റ്റിന്റെ ആണ്. ഒപ്പേര തൽക്കാലം അവിടെ വെക്കുക. സഫാരി ആപ്പിളിന്റെ ആണെന്നുള്ളതും അറിയാം. ഒപ്പേര പിന്നെ അങ്ങനെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അതും വെട്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് മൊസൈക്കിലേക്ക് പോകാം. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ ചോദ്യം വിടുക കേട്ടോ. കാരണം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ചു, അത് പക്ക. സഫാരി ആപ്പിളിന്റെ ആണ്, അതും പക്ക. ഇനി ഇത് രണ്ടും കൺഫ്യൂഷൻ വരും, പക്ഷെ ആൻസർ ഇവിടെ മൊസൈക്ക് ആണ് കേട്ടോ. മൊസൈക്ക് ആണ് എന്ന് പഠിച്ചു. ഓക്കെ, നാഷണൽ സെന്റർ ഫോർ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ച വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊസൈക്ക് എന്ന് നോട്ട് ചെയ്തു. ഒപ്പേര തന്നെയാണ് കണ്ടുപിടിച്ചത് കേട്ടോ. ആ കമ്പനി തന്നെയാണ് ഒപ്പേര. ഓക്കെ, അപ്പൊ അവിടെ ആൻസർ ഏതാണ്? മൊസൈക്ക് കേട്ടോ. കിട്ടൂലേ? അപ്പൊ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള വെബ് ബ്രൗസർ ഏതാണ്? സാക്ക്. NCSA നാഷണൽ സെന്റർ ഫോർ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ് അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊസൈക്ക് എന്ന് വിളിച്ചു.
ഇനി ആപ്പിൾ അവരുടെ ബ്രൗസേഴ്സ് വാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച വെബ് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഫാരി ആണോ, ഒപ്പേര ആണോ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണോ, നെറ്റ്സൂർ ആണോ? ഏതാ ഏതാ? നെറ്റ്സർഫ് ഒരു കമ്പനിയാണ് കേട്ടോ. നെറ്റ്സൂർ എന്ന് പറയുന്ന ബ്രൗസർ ഉണ്ടോ? നെറ്റ്സർഫ് എന്ന് പറയുന്ന നെറ്റ്സർഫ് ഈസ് ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസർ കേട്ടോ. കാണുന്നുണ്ടോ? ഓപ്പൺ സോഴ്സ് ബ്രൗസർ ആയിട്ടുണ്ട് കേട്ടോ. നെറ്റ്സർഫ് വെബ് ബ്രൗസർ ഉണ്ട്. ഓക്കെ, നെറ്റ്സർഫ് സൂർ അല്ല, നെറ്റ്സർഫ് ആണ്. ഒരു എഫും കൂടി ഉണ്ട് കേട്ടോ. അപ്പോ ആപ്പിൾ അവരുടെ ബ്രൗസേഴ്സ് വാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെബ് ബ്രൗസർ ഇത് കണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഇഷ്ടംപോലെ വെബ് ബ്രൗസർ ഉണ്ടാവും. നമ്മൾ കാണാത്ത കേൾക്കാത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ പഠിത്തവന്റെ കയ്യിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ കയ്യിലും ആയിരിക്കും. എങ്കിലും നമ്മൾ പരമാവധി നോക്കുക കേട്ടോ. അപ്പൊ സഫാരിയാണ് ആപ്പിളിന്റെ ബ്രൗസേഴ്സ് വാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വെബ് ബ്രൗസർ ആക്കിയത്. സഫാരി എന്ന് വിളിച്ചു. ഇനി ടെക്സ്റ്റ് ഓൺലി വെബ് ബ്രൗസർ ഏതാണ്? ടെക്സ്റ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, ഇമേജും വീഡിയോ ഒന്നും സപ്പോർട്ട് ചെയ്യൂല. അത് ഏതാണെന്ന് അറിയാമോ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ടെക്സ്റ്റ് ഓൺലി ആണോ? അല്ല. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ആദ്യത്തെ GUI ആണ് നമ്മൾ പഠിച്ചു, അതുമല്ല. ഫയർഫോക്സും അല്ല. അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ലിൻഎക്സ്, നമ്മൾ ആ 25 എണ്ണത്തിൽ ലിസ്റ്റ് എടുത്തപ്പോൾ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നു ലിനക്സ്. കണ്ടായിരുന്നോ നിങ്ങൾ? ലിനക്സ് അല്ല കേട്ടോ, ലിനക്സ് അല്ല, ലിനക്സ് അല്ല, ലിനക്സ് അല്ല, ലിനക്സ് അല്ല, ലിൻഎക്സ് വേറെ തന്നെയാണ് കേട്ടോ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ ഇത്? ലിൻഎക്സ് കേട്ടോ, ഇത് വേറെയാണ്. ടെക്സ്റ്റ് ഓൺലി വെബ് ബ്രൗസർ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിക്കൂടെ? ഈ ചോദ്യം PSC ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത് നെഗ്ലക്റ്റിംഗ്, എന്താണ് ഇജക്റ്റിംഗ് മെത്തേഡ് കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ആയിരിക്കും ചിലതൊക്കെ നമുക്ക് ആൻസർ കിട്ടുക. അല്ലാതെ എല്ലാം നമ്മൾ പഠിച്ചത് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും PSC സ്പൂണിൽ കിട്ടൂല കേട്ടോ. യെസ്, അതെന്ത് ചെയ്യണം? നമ്മളെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ഇത് അറിയാത്തവരായിട്ട് ഈ ക്ലാസ്സിൽ ആരും ഇല്ല എന്നറിയുന്നതിൽ വളരെ സന്തോഷം. Which of the browser is developed and released by Google? ഇത് ഞാനൊന്ന് പോൾ ചെയ്യുന്നുണ്ടേ. അല്ല, നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഡെവലപ്ഡ് ആൻഡ് റിലീസ്ഡ് ബൈ ഗൂഗിൾ. ഗൂഗിളിന്റെ ഏതാണ്? യെസ്, അത് ക്രോം ആണ് എന്ന് നോട്ട് ചെയ്തു നോക്കാം. ക്രോം, ഗൂഗിളിന്റെ ക്രോം എല്ലാവർക്കും അറിയാം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ്, ആരും കമന്റ് ചെയ്യണ്ട, ആരും കമന്റ് ചെയ്യണ്ട, ആരും കമന്റ് ചെയ്യണ്ട, ആരും കമന്റ് ചെയ്യണ്ട. ഉത്തരം പോൾ ചെയ്യുക ഇത് കേട്ടോ. ഈ ചോദ്യം വായിച്ചിട്ട് ഉത്തരം പോൾ ചെയ്തേ നോക്കട്ടെ. ഈ ചോദ്യം വായിച്ചിട്ട് ഉത്തരം പോൾ ചെയ്തേ. പോൾ ചെയ്താ? പോൾ ചെയ്യാം. ഈ ചോദ്യത്തിന് ഉത്തരം പോൾ ചെയ്യാം. യെസ്. Which of the following browsers were are available on Macintosh? Macintoshil ഉള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവൈലബിൾ ആയിരിക്കുന്നത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുവിധ ആളുകളൊക്കെ ഏതിലേക്ക് പോകും? ഈ സഫാരിയിലേക്ക് പോകും. അപ്പൊ അവര് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? മാക്കിൻടോഷ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ ആണ്. ആപ്പിളിന്റെ വെബ് ബ്രൗസർ ഏതാ? സഫാരി. അങ്ങനെ ചിന്തിച്ചാണ് പോവുക അല്ലെ? കൂടുതൽ ആളുകൾ അതാണ് ആൻസർ ചെയ്തത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതല്ല. of the following browsers where are available on Macintosh? Macintoshil available ആവുക ഏതൊക്കെയാണ്? ഒപ്പേര കിട്ടൂലേ? അവൈലബിൾ ആണ്. നെറ്റ്സ്കേപ്പ് കിട്ടൂലേ? അവൈലബിൾ ആണ്. വേണമെങ്കിൽ കിട്ടും കേട്ടോ. സഫാരിയും കിട്ടും. ഓൾ ഓഫ് ദിം ആണ് അവൈലബിൾ. പക്ഷെ ആപ്പിളിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് ഏത്? സഫാരി. മറ്റേതും കിട്ടും കേട്ടോ. ക്രോമും കിട്ടും. ഓക്കെ, ആപ്പിളിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് സഫാരി എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ട്വിസ്റ്റ് അവിടെ ഓർത്ത് വെക്കാം. ഇനി മലയാളത്തിൽ വെബ് ബ്രൗസർ, ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. ഒരു ഡാറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രൗസ് കേട്ടോ. ഓക്കെ, അതുകൂടി നോട്ട് ചെയ്ത്. വാട്ട് ഈസ് ബ്രൗസിംഗ്? എന്താണ് ബ്രൗസിംഗ്? ഒരു ഡാറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ്. ഓക്കെ, അതിനെയാണ് ബ്രൗസിംഗ് എന്ന് വിളിക്കുക കേട്ടോ. അതൊന്നും അറിയാത്തവരായിട്ട് ആരുമില്ല. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ മൊസൈക്ക് ആണോ? അല്ല, ഇത് തെറ്റാണ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ നെക്സസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സസ് ഗ്രാഫിക്കൽ സപ്പോർട്ട് ഉള്ള എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. നെക്സസ് ബ്രൗസർ വികസിപ്പിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ എന്ന് നമ്മൾ പഠിച്ചു. ചിത്രങ്ങളും ശബ്ദങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഗ്രാഫിക്കൽ ബ്രൗസറിന്റെ സൃഷ്ടാവ് മാർക്ക് ആൻഡ്രീസൺ.
ഇന്ത്യ വികസിപ്പിച്ചെടുത്ത വെബ് ബ്രൗസർ എഡ്ജ് ആണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ആണ്. പുതിയ വെബ് ബ്രൗസർ എഡ്ജ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ആപ്പിളിന്റെ സഫാരി ആണ്. യെസ്, മോസില്ല എപ്പിക്, സീമങ്കി, അവാസ്റ്റ് സെക്യൂർ, നെറ്റ്സ്കേപ്പ്, ഒപ്പേര, ടോർച്ച്. നമ്മൾ പഠിക്കാത്ത ഒന്നും കൂടി കിട്ടി, ടോർച്ച്. അതും കൂടി ഓർത്ത് വെക്കാം, പഠിച്ച് വെക്കാം കേട്ടോ. അത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ. അപ്പോ ഇതിനകത്ത് എനിക്കറിയാം ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് ഒരുപാട് സോഫ്റ്റ്വെയറുകളാണ്. ഇത് ഇപ്പോ അവിയല് പോലെ ആയിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്തുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായ ആളുകളും ഇതിനകത്തുണ്ട്. ഓക്കെ, എന്നാ ഒന്ന് വായിച്ചു നോക്കണം, എന്നാ സെറ്റ് ആവും എന്ന് പറയുന്ന ആളുകളും ഇതിനകത്തുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇവിടെ ഞാനൊരു 10 ചോദ്യം ചോദിക്കും. ആ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം HTML-ന്റെ പൂർണ്ണരൂപം എന്താണ്? HTML-ന്റെ പൂർണ്ണരൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ. 10 ചോദ്യങ്ങൾ, 10 എണ്ണത്തിനകത്ത് എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. HTML-ന്റെ പൂർണ്ണരൂപം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. 1. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ക്രോം. മാർക്ക് ആൻഡ്രീസൺ കണ്ടുപിടിച്ച വെബ് ബ്രൗസർ ഏതാണ്? നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഫയർഫോക്സിന്റെ ലോഗോയിലുള്ള മൃഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് പാണ്ട. മോസില്ല ഫയർഫോക്സ് പ്രൊപ്രൈറ്ററി ആണോ ഓപ്പൺ സോഴ്സ് ആണോ? 5ാമത്തെ ചോദ്യമാണ്. മോസില്ല ഫയർഫോക്സ് പ്രൊപ്രൈറ്ററി ആണോ ഓപ്പൺ സോഴ്സ് ആണോ? ഓപ്പൺ സോഴ്സ് ആണ് അല്ലെ? മൈക്രോസോഫ്റ്റിന്റെ ലേറ്റസ്റ്റ് വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്ജ്. വെബ് പേജസിന്റെ കളക്ഷൻ ആണ് ഡാഷ്. വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? വെബ് സെർവറിലാണ്. ഓക്കെ, വെബ്സൈറ്റിനെ അല്ലെ, അത് വേണ്ട. ഓക്കെ, വെബ് പേജിനെ ഐഡന്റിഫൈ ചെയ്യുന്ന അഡ്രസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? വെബ്സൈറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന അഡ്രസ് URL ആണ്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള വെബ് ബ്രൗസർ ഏതാണ്? സാക്ക്. ഓക്കെ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള വെബ് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ക് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, വെബ് ബ്രൗസറുകൾ നിർമ്മിച്ചിരിക്കുന്ന ഡിസൈനിങ് ലാംഗ്വേജ് ഏതാണ്? വെബ് ബ്രൗസേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന ഡിസൈനിങ് ലാംഗ്വേജ് ഏതാണ്? HTML ആണ് എന്നും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത വെബ് ബ്രൗസർ പക്കാ സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫൈൻ ആണോ? നിങ്ങൾ ചെറിയൊരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യണേ. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഉപകാരം ചെയ്യണേ. ഈ ക്ലാസ് വെബ് ബ്രൗസറിന്റെ ക്ലാസ് ഓക്കെ, യെസ്, സെറ്റ് ആണെങ്കിൽ കമന്റ് ചെയ്യണേ. വെബ് ബ്രൗസറിന്റെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് ഞാൻ യൂട്യൂബിൽ ഇടും. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, നമ്മളെ ടൈപ്പിസ്റ്റിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ മാർച്ച് 10-ാം തീയതിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മാർച്ച് 10-ാം തീയതിയോട് 12-ാം തീയതിയോട് കൂടിയിട്ട് ടൈപ്പിസ്റ്റ് നമ്മുടെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അവർക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഞാൻ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഇല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കണേ, അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഇന്ന് രാത്രി ഇന്നത്തെ ക്ലാസ് മാത്രം കേട്ടോ, വെബ് ബ്രൗസറിന്റെ ക്ലാസ് മാത്രം. റാം റോം ഒരു ക്ലാസ് ഇട്ടിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കുറച്ചൊക്കെ എന്ത് ചെയ്യാം, ഓഡിയൻസിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്ലാസ് ഒക്കെ പിള്ളേർ കാണട്ടെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കട്ടെ. അപ്പൊ അടുത്ത ബാച്ച് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് പേര് എന്നെ വിളിച്ചിരുന്നു. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം കേട്ടോ. ഈ ബാച്ചിലേക്ക് ഞാൻ ഇനി അഡ്മിഷൻ എടുക്കാം. പക്ഷെ ഇപ്പൊ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് വേണ്ട ഇപ്പൊ അഡ്മിഷൻ എടുക്കണ്ട എന്നുള്ളതാണ്. കാരണം ഇത് കുറച്ച് അധികമായല്ലോ.
അല്ലെ. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ഓടി എത്തണം എന്നില്ല, അതുകൊണ്ട് അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതല്ലേ നല്ലത് അല്ലെ. യെസ്, നമ്മൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഫിനാൻസ് മാത്രമല്ലല്ലോ, നമുക്ക് പൈസ കിട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ, കുട്ടികൾക്ക് അതിനുള്ള ഉപകാരം കിട്ടണമല്ലോ. അപ്പൊ ഇനിയുള്ള കുട്ടികൾക്ക്, വരുന്ന കുട്ടികൾക്ക് ലൈവായിട്ട് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അടുത്ത ബാച്ച് മാർച്ച് 10-ാം തീയതി 12-ാം തീയതി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം എന്ന് അറിയിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.